ഹലോ ഫ്രണ്ട്സ്, എക്സൽ ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ കണ്ടായിരുന്നു. ട്രാൻസ്പോസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു സെല്ലിൻ്റെ അലൈൻമെൻറ്റ് മാറ്റുന്നത് എങ്ങനെയാണ്, അതായത് വെർട്ടിക്കലായിട്ടുള്ള സെല്ലിനെ ഹൊറിസോണ്ടലാക്കുക എന്ന് നമ്മൾ ഇതിന് മുമ്പ് കണ്ടായിരുന്നു. ഒരു വെർട്ടിക്കലായിട്ടുള്ള ടേബിൾ ഡാറ്റയെ ഹൊറിസോണ്ടൽ ഡാറ്റയാക്കുന്ന രീതി. അത് നമ്മൾ ഉപയോഗിച്ച ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ട്രാൻസ്പോസ് ഫംഗ്ഷനാണ്. എല്ലാവർക്കും ഓർമ്മയാണെന്ന് വിചാരിക്കുന്നു. ട്രാൻസ്പോസ് ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ മുമ്പത്തെ വീഡിയോ നമ്മൾ കണ്ടത് വെർട്ടിക്കൽ ടേബിളിനെ ഹൊറിസോണ്ടലാക്കുന്നതാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രാൻസ്പോസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഹൊറിസോണ്ടലായിട്ടുള്ള ടേബിളിനെ എങ്ങനെ വെർട്ടിക്കൽ ടേബിളാക്കാമെന്ന് നമുക്ക് പഠിക്കാം. സിമ്പിളാണ്, സെയിം പ്രോസസ്സ് തന്നെയാണ്. നമുക്ക് കാണാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. നമ്മൾ ഇന്നലെ പിന്തുടർന്ന അതേ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. സൺഡേ നമുക്ക് സൺഡേ ടു സാറ്റർഡേ നമുക്ക് ഡാറ്റ എടുക്കാം. ഓക്കെ, സാറ്റർഡേ വരെ എൻ്റർ ചെയ്തു. പിന്നെ നമുക്ക് ഇതിപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ടേബിളാണ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും റാൻഡം ആയിട്ടുള്ള നമ്പേഴ്സ് കൊടുക്കാം. സോറി, ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. അങ്ങനെ ഞാൻ നമ്പർ ഒന്നുമില്ല, നമുക്ക് റാൻഡം ആയിട്ട് എന്തെങ്കിലും ഒരു ഡാറ്റ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ടേബിള് ഒരു ഹൊറിസോണ്ടൽ ടേബിൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഹൊറിസോണ്ടൽ ടേബിളിനെ നേരെ വെർട്ടിക്കൽ ടേബിൾ ആക്കണം. അത് എങ്ങനെ? ട്രാൻസ്പോസ് ഫംഗ്ഷൻ ഉപയോഗിച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്കിവിടെ നോക്കണം. അപ്പോൾ ട്രാൻസ്പോസ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പം നമ്മൾ ആദ്യം എത്ര നമ്പർ ഓഫ് സെൽസ് ഉണ്ടെന്ന് നോക്കണം. 1 2 3 4 5 6 7. മേളിൽ 7 സെല്ല്, താഴെയും അത്രയും തന്നെ 7 സെല്ലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസ്പോസ് വെർട്ടിക്കൽ ആക്കുമ്പോഴും അവിടെ നമുക്ക് താഴോട്ട് 7 സെല്ല് രണ്ട് സൈഡിലും വേണം. സൺഡേ മൺഡേ എൻ്റർ ചെയ്യാനും പിന്നെ നമ്പർ എൻ്റർ ചെയ്യാനും രണ്ട് കോളത്തിൽ 7 സെല്ല് വെച്ച് താഴോട്ട് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ആ 7 സെല്ല് സെലക്ട് ചെയ്യുക. 1 2 3 4 5 6 7. ഇപ്പുറത്തോട്ടും 7 സെല്ല് സെലക്ട് ചെയ്യുക. ഓക്കെ, ആ സെലക്ഷൻ മുമ്പേ നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ട പോലെ തന്നെ സെലക്ഷൻ മാറ്റില്ലേ, സെലക്ഷൻ നിർത്തിക്കൊണ്ട് തന്നെ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യുക. ട്രാൻസ്പോസ് ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യുക. ഈക്വൽ സൈൻ ട്രാൻസ്പോസ് ബ്രാക്കറ്റ്. ഇനി നമ്മൾ ടേബിൾ റേഞ്ച് സെലക്ട് ചെയ്യുക. ഇവിടെ മുതൽ എവിടം വരെയാണ് ട്രാൻസ്പോസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുക, ആ ടേബിൾ മൊത്തം സെലക്ട് ചെയ്യുക. ഓക്കെ, ഇത്രയും സെലക്ട് ചെയ്തു. ട്രാൻസ്പോസ് ഓപ്പൺ ബ്രാക്കറ്റ് B2 to H3. ഇനി നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി മറ്റുള്ള ഫംഗ്ഷൻ ചെയ്യുന്ന പോലെ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടായിരുന്നു. നമ്മൾ എൻ്റർ അടിച്ചാൽ ഒന്നും വരത്തില്ല, എററേ കാണിക്കത്തുള്ളൂ. അപ്പം ഈ ഫംഗ്ഷൻ പ്രത്യേകത എന്ന് വെച്ചാൽ 3 കീ ഒരേ സമയം ഉപയോഗിക്കണം, എന്നാലേ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ആ 3 കീ എന്ന് വെച്ചാൽ കൺട്രോൾ, ഷിഫ്റ്റ്, പിന്നെ എൻ്റർ. ഏതൊക്കെയാ? കൺട്രോൾ കീ, ഷിഫ്റ്റ് കീ, പിന്നെ എൻ്റർ കീ. അപ്പോൾ അത് ഞാൻ കൺട്രോൾ കീ പ്രസ് ചെയ്തു. പിന്നെ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തു. ഓക്കെ, ഇതിപ്പോൾ 2 കീ ഞാൻ പ്രസ് ചെയ്തിരിക്കുകയാണ്. ഇനിയും കൺട്രോളും ഷിഫ്റ്റും പ്രസ് ചെയ്തുകൊണ്ട് തന്നെ എൻ്റർ കീ ഞാൻ പ്രസ് ചെയ്യുകയാണ്. കേട്ടോ, എൻ്റർ കീ പ്രസ് ചെയ്തപ്പോൾ നമുക്ക് ആ റിസൾട്ട് അവിടെ കിട്ടി. അതായത് മേളിൽ കിടന്ന ഹൊറിസോണ്ടൽ ടേബിൾ താഴെ ഒരു വെർട്ടിക്കൽ ടേബിളായിട്ട് വന്നിട്ടുണ്ട്. ഇല്ലേ? വളരെ സിമ്പിളാണ്. ഇച്ചിരി ശ്രദ്ധിച്ചാൽ മതി. ആ ഫംഗ്ഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഏത് കീസാണ് പ്രസ് ചെയ്തിട്ടുള്ളത് ശ്രദ്ധിച്ചാൽ മതി. കൺട്രോൾ ഷിഫ്റ്റ് കീ, ബാക്കിയൊക്കെ ഈസിയാണ്. പിന്നെ നമ്മൾ ഇത് കൺവേർട്ട് ചെയ്യുമ്പം ഹൊറിസോണ്ടൽ ടേബിളിൽ എത്ര സെൽസ് ഉണ്ടായിരുന്നോ അത്രയും സെൽസ് തന്നെ വെർട്ടിക്കലിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം ഫോർമുല അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പുതിയ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങളുടെ യൂട്യൂബ് അക്കൗണ്ടിൽ വന്ന് കിടന്നോളൂ. ഓക്കെ, അപ്പോൾ ഉടനെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ബൈ.